എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡൽഹി വേഴ്സസ് ചെന്നൈ മത്സരം. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 23 റൺസിന് ചെന്നൈ ഡൽഹിയെ തോപ്പിച്ചു വിട്ടു. മലയാളി താരം സഞ്ജു വിശ്വനാഥ് സാംസൺ. എന്താ പറയാ, ഓക്കെ അത് പറയാം. ലോകകപ്പിലെ ഹീറോയായ സഞ്ജു വി സാംസൺ, അതായത് ലോകകപ്പിലെ മാൻ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു വി സാംസന്റെ 3 മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. വിർച്വൽ ക്വാർട്ടർ ഫൈനലിൽ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ 97, യെസ്. പിന്നെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 89, യെസ്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ വീണ്ടും 89, യെസ്. അങ്ങനെ വേൾഡ് കപ്പിലെ താരമായി, വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു വി സാംസൺ ഒരു കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം IPLലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ, അതും പുതിയ ഫ്രാഞ്ചൈസിയായ തലയുടെ ചെന്നൈയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നെയും നിറം മങ്ങിയോ എന്ന് ആരാധകർ ആശങ്കപ്പെട്ടു. കാരണം ആദ്യ 3 മത്സരങ്ങളിൽ നിറമങ്ങിയ പെർഫോമൻസ് 6, 7, 9. പിന്നെ സഞ്ജു വി സാംസന്റെ പൊതുവേ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വേൾഡ് കപ്പിലാണെങ്കിൽ പോലും വേൾഡ് കപ്പിന് മുമ്പ് ന്യൂസിലാൻഡ് സീരീസിലെ നിറം മങ്ങിയ പെർഫോമൻസ് വഴി എല്ലാവരുടെയും ദേഷ്യം ഏറ്റുവാങ്ങി, അവഗണന ഏറ്റുവാങ്ങി വേൾഡ് കപ്പിലെ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഓപ്പണർ എന്നുള്ള നിലയിൽ നിന്ന് വേൾഡ് കപ്പിലെ വാട്ടർ ബോയ് എന്ന നിലയിലേക്ക് മാറിപ്പോയ സഞ്ജു വി സാംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അവഗണന, അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്തായി എന്നുള്ള ലെവലിലൊക്കെ വന്നപ്പോൾ കിട്ടിയ അവസരം മുതലെടുത്ത് വേൾഡ് കപ്പിലെ താരമായി മാറിയ സഞ്ജു വി സാംസൺ. അതേപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലെ ആദ്യ സീസൺ ആദ്യം 3 കളിയിൽ ഫ്ലോപ്പ്. 4ാമത്തെ കളിയിൽ ഇതാ സഞ്ജു ഗംഭീരമായി തിരിച്ചു വന്നൊരു സെഞ്ചുറി അടിച്ചിരിക്കുന്നു. 2026 IPL ആദ്യത്തെ സെഞ്ചുറി സഞ്ജു വി സാംസന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 115 റൺസ്. അടിപൊളി കളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളി. ഞാൻ വിചാരിച്ചില്ലേ സഞ്ജു സാംസൺ ആദ്യ പ്രകടനം കഴിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, എവിടെയൊക്കെ സഞ്ജു വി സാംസൺ അവഗണന നേരിട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നിനക്ക് നീ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പക്ഷേ സഞ്ജു വി സാംസൺ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുള്ള കഥകൾ നമുക്ക് പലവട്ടം നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായി. ചക്ക എന്താ അടിയടിച്ച്. ഓക്കെ, കളിയിലേക്ക് തിരിച്ചു വരാം. കളി തിരിച്ചു വരുമ്പോൾ ടോസ് കിട്ടിയ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ചിദംബരം സ്റ്റേഡിയത്തിൽ ഹോം കാണികൾക്ക് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗ് വിടുന്നു. സഞ്ജു വി സാംസണും ഋതുരാജ് ഗേക്വാദും. ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്, ആ കൂട്ടുകെട്ട് ഒരിക്കലും ചേരില്ല. ആ കൂട്ടുകെട്ട് പൊളിക്കാനുള്ള സമയമായിരിക്കുന്നു. ചെന്നൈ മാനേജ്മെന്റ്, ധോണി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ആ കൂട്ടുകെട്ടൊന്ന് പൊളിച്ച് സഞ്ജു പിന്നെ ആ വണ്ടൗട്ട് ഇറങ്ങുന്ന ചങ്ങായിനെങ്കിലും ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് നമ്മുടെ ഗേക്വാദിനെ വണ്ടൗൺ ഇട്ടിട്ട് കളി തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവർ കേൾക്കോ കേൾക്കില്ലെന്ന് എനിക്കറിയില്ല. അതായത് സഞ്ജു ആയുഷ് മേത്ര ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വേണം, ഗേക്വാദിനെ വണ്ടൗൺ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. ഇന്നത്തെ കളിയും 18 ബോളിൽ നിന്ന് 15 റൺസുമായി നിരാശപ്പെടുന്ന പെർഫോമൻസ് ആണ് ചെന്നൈയുടെ ക്യാപ്റ്റന് ഉണ്ടായത്. സഞ്ജുവിന് പൂർണ്ണൊരു പിന്തുണ നൽകിയെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ മോശം പെർഫോമൻസ്. സഞ്ജു ആണെങ്കിൽ 115 റൺസോട് കൂടി നിറം കൂടിയ പെർഫോമൻസോട് കൂടി സഞ്ജു വി സാംസൺ 115 റൺസ് എടുത്തു. ആയുഷ് മേത്ര വൺ ഡൗൺ ഇറങ്ങിയിട്ട് 59 റൺസ് എടുത്തു, റിട്ടേർഡ് ഹേർട്ടായി. പിന്നീട് വന്ന ശിവൻ ദുബെക്ക് പറ്റിയ റൺസ് എടുത്തു, 25 റൺസ് 26 റൺസ് എടുത്തു കുറഞ്ഞ ബോളിൽ നിന്ന്. പക്ഷേ ടീം ടോട്ടൽ അവസാനിച്ചപ്പോൾ 212 റൺസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇമാതിരി റൺസ് എടുക്കുന്ന പിച്ചിൽ 20 ഓവർ ചെന്നൈ ബാറ്റ് ചെയ്തിട്ടും 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒരാൾ റിട്ടയർഡ് ഹേർട്ടാണ്, പക്ഷെ 2 പേരെ അവിടുന്ന് പോയിട്ടുള്ളൂ. ബാക്കി 8 പേർ നിൽക്കെ ഒരു 20 to 30 റൺസ് കുറവായിരുന്നു. അതിന് ഡൽഹിയുടെ ബോളർമാർക്ക് എന്തായാലും നമ്മൾ കയ്യിൽ കൊടുത്തേ പറ്റൂ. കാരണം 230, 240 റൺസിലേക്ക് എത്താവുന്ന ഒരു കളി അവർ 212 റൺസിൽ ഒതുക്കിയെങ്കിൽ അത് ഡൽഹിയുടെ അവസാനത്തെ ഡെത്ത് ബോളിങ്ങിലെ മികവ് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ അതിനിടയിൽ സഞ്ജു സാംസൺ മികച്ചു നിന്നു, ആയുഷ് മേത്ര മികച്ചു നിന്നു, ഗേക്വാദ് മാത്രമാണ് 1 പതിയായിട്ടുള്ളൂ. പിന്നെ ശിവൻ ദുബെ മോശമില്ലാത്ത രീതിയിൽ കളിച്ചു. പക്ഷേ DC ബോളിംഗ് ബോളിംഗ് അല്ല, ഫീൽഡിങ് ഭയങ്കര മോശമായിരുന്നു. 9 റൺസിൽ നിൽക്കുമ്പോൾ ആയുഷ് മേത്രയെ പുറത്താക്കാനുള്ളൊരു ചാൻസ്, റൺഔട്ട് ചാൻസ് KL രാഹുൽ മിസ്സാക്കി. അത് കൃത്യമായിട്ട് റിസ്ക് KL രാഹുലിന് ഇട്ട് കൊടുത്തെങ്കിലും KL രാഹുലിന് അത് കൈപ്പടിയിൽ ഒതുക്കാൻ പറ്റാഞ്ഞിട്ടാണോ, സ്റ്റംപ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ, ആ സ്റ്റംപിൻ്റെ പിന്നിൽ ഒരു ബഹളം എന്നല്ല, ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാക്കിയിട്ട് അത് സ്റ്റംപിങ്ങിന് നേരം വൈകി. ആ സമയം കൊണ്ട് തന്നെ ആയുഷ് മേത്ര ഉള്ളിലേക്ക് കയറിയെത്തി. സഞ്ജുവിൻ്റെ ഒരു ക്യാച്ച് വിട്ടു. അങ്ങനെ 2-3 ക്യാച്ച് DC കൈവിട്ടിട്ടുണ്ട്.
അതൊക്കെ ഈ റൺസ് 212 എത്താൻ കാരണമായി. ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ റൺസുകൾ കുറയ്ക്കായിരുന്നു. എന്നിട്ട് പോലും അവർ 212 റൺസിന് ചെന്നൈയുടെ കളി അവസാനിപ്പിച്ചു. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. DC ബോളിങ്ങിൽ ഏറ്റവും അടി വാങ്ങിച്ച് കൂട്ടിയത് 2 ഓവറിൽ 24 റൺസ് വഴങ്ങി നമ്മുടെ കുൽദീപ് യാദവ്. 4 ഓവറിൽ 54 റൺസ് വഴങ്ങി നമ്മുടെ തമിഴ്നാടിന് തന്നെ ആ ബോളുണ്ടല്ലോ, പേര് പറഞ്ഞു, ആ ബോളും ഇടയ്ക്ക് പേര് കിട്ടാതെ ഞാൻ പറഞ്ഞുതരാം, ലെഫ്റ്റ് ആം പേസർ. ആ 2 പേരാണ് ഒന്നുകൂടിയും കലുഷിതമായി അടി വാങ്ങിയത്. ബാക്കിയുള്ളവർക്ക് അടി വാങ്ങി 4 ഓവർ 37 റൺസ് എന്നുള്ള ലെവലിലൊക്കെ ബാക്കിയുള്ള ബോളേഴ്സും അടി വാങ്ങിയിട്ടുണ്ട്. എനിവേ 212 റൺസിൽ ചെന്നൈയുടെ ബാറ്റിംഗ് കഴിഞ്ഞു. ഞാൻ കമ്പാരിറ്റീവ്ലി വിചാരിച്ചത് 212 ബാറ്റിംഗ് റൺസ് എന്ന് പറഞ്ഞാൽ റൺസ് ഒഴുകുന്ന പിച്ചിൽ മിക്കവാറും ഡൽഹി അടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡൽഹിയുടെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുമ്പോൾ KL രാഹുൽ കഴിഞ്ഞ കളിയിൽ 92 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിന് 92 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പാത്തുനിസംഗ മോശമില്ലാത്ത നല്ലോണം കളിക്കുന്നുണ്ട്. സ്റ്റബ്സ് ഉണ്ട്, മില്ലർ ഉണ്ട്, പിന്നെ റിസ്വി ഉണ്ട്. അവരൊക്കെ നല്ല കളി കളിക്കുന്നത് കാരണം കൊണ്ട്, പിന്നെ അക്ഷർ പട്ടേൽ ഉണ്ട്, ഒക്കെ നല്ല കളിയാണ്. അത് കാരണം കൊണ്ട് സ്കോർ മറികടക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ തുടരെ അവർ വിക്കറ്റ് പോയത് അവർക്ക് വിനയായി പോയി. അതിൽ പ്രധാനപ്പെട്ടതാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് 4 വിക്കറ്റ് നേടിയ ജാമി ഓവർട്ടൺ 4 വിക്കറ്റോട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 3 വിക്കറ്റോട് കമ്പോജ് മികച്ച പിന്തുണ കൊടുത്തു. അങ്ങനെ 7 വിക്കറ്റ് അവർ നേടി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് വീണു. അവസാനം സ്റ്റബ്സ് ഒരു 60 റൺസോടുകൂടി മികച്ചു നിന്നു. 41 റൺസോടുകൂടി ശ്രീലങ്കൻ ഓപ്പണറും പാത്തുനിസംഗയും കളിച്ചു. 18 റൺസേ KL രാഹുലിന് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പം ഇങ്ങനെ കോൺട്രിബ്യൂഷനൊക്കെ ആയി ഇടയ്ക്കിടെ വിക്കറ്റ് വീണത് കൊണ്ട് അവർ 23 റൺസ് അകലെ അവർ തോൽവി സമ്മതിച്ചു. പിന്നെ CSKയുടെ ഫീൽഡിങ്ങിൽ എടുത്ത് പറയത്തക്ക 2 കാര്യങ്ങൾ, 2 ക്യാച്ച്. ഒന്ന് അക്കീൽ ഹുസൈൻ എടുത്ത ക്യാച്ച്, വളരെ ഹൈറ്റിൽ വന്നിട്ട് എടുത്ത ക്യാച്ച്. നടുപൊടിയാണ് അയാളുടെ. വെസ്റ്റ് ഇൻഡീസ് താരങ്ങളാണ്, അവർക്ക് ഫ്ലെക്സിബിലിറ്റി അപ്പോൾ ഇത്തിരി കൂടുതലാണ്. അത് കാരണം അത് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒരു ഡേഞ്ചറസ് ആയ ക്യാച്ചായിരുന്നു. പിന്നത്തെ ക്യാച്ച് അക്ഷർ പട്ടേൽ അടിച്ച ഷോട്ട്, സർഫറാസ് ഖാൻ പറന്നെടുത്ത ക്യാച്ച്. എൻ്റെ പൊന്നെ അമ്മാതിരി ക്യാച്ചായിരുന്നു. വായുവിൽ നിന്നിട്ടാണ് ആ ക്യാച്ച് സർഫറാസ് ഖാൻ എടുത്തത്. കിഡിലൻ ക്യാച്ച്, ഒന്നും പറയാനില്ല. അപ്പം എന്തായാലും മികച്ച ഫീൽഡിങ്ങും മികച്ച ബാറ്റിങ്ങും മികച്ച ബോളിങ്ങും കൂടി ചേർന്ന് 23 റൺസിന് ചെന്നൈ ജയിച്ചിരിക്കുന്നു. തുടർച്ചയായ 6 മത്സരം, എൻ്റെ ഓർമ്മ തുടർച്ചയായ 6 മത്സരങ്ങളാണ് ചെന്നൈ ഹോമിൽ തോക്കാൻ പോകുന്നത്. 6 മത്സരം തോറ്റുന്നോ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു മത്സരം ഹോം ഗ്രൗണ്ടിൽ ജയിക്കുന്നത്. ഈ IPL ആണെങ്കിൽ തുടർച്ചയായ 3 മത്സരങ്ങൾ തോറ്റിട്ട് 4ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു. സഞ്ജു വി സാംസൺ ഇനി തുടർന്നുള്ള എല്ലാ കളികളിലും ഇതേ പെർഫോമൻസ് കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നീ പറയാനും ആളല്ല, പക്ഷേ ആളും ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ചേട്ടൻ പൊളിയല്ലേ.